കുട്ടികൾ ബഹളം വയ്ക്കുമ്പോൾ പേരൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണ്? നമുക്കൊന്ന് മനസ്സിലാക്കാം. റിയ 6 വയസ്സുള്ളൊരു കുട്ടിയാണ്. റിയയ്ക്ക് കളറിങ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ റിയ കുറച്ച് പേപ്പേഴ്സൊക്കെ എടുത്ത് റിയയ്ക്ക് ഇഷ്ടമുള്ള പോലെ റിയ കളർ ചെയ്ത് ഒരുപാട് എക്സൈറ്റഡായി റിയയുടെ അമ്മയെ കൊണ്ട് കാണിക്കും. റിയയുടെ അമ്മ ഇച്ചിരി ബിസിയാണ്. അപ്പോൾ റിയയുടെ അമ്മ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് റിയയോട് പറയും, പിന്നെ നോക്കാം. റിയ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കൊണ്ട് കാണിച്ചതല്ലേ, റിയയ്ക്ക് ഭയങ്കര വിഷമമായി. റിയ എന്താ ചെയ്തേ? ആ വിഷമം ദേഷ്യമായിട്ട് മാറി. റിയ കയ്യിലുണ്ടായിരുന്ന പേപ്പറെല്ലാം താഴെ വലിച്ചെറിഞ്ഞ് ക്രയോൺസും കളർ പെൻസിൽസും എല്ലാം ചെതറിച്ചിട്ടു. ഒരു പേപ്പർ കീറിയും കളഞ്ഞു. ഈ ഇടയായിട്ട് റിയ ഇങ്ങനെ ചില പരിപാടികൾ കാണിക്കാറുണ്ട്. റിയയുടെ അമ്മ ആദ്യം ബഹളം വെച്ച് നോക്കി, അടിച്ചു നോക്കി, എന്നിട്ടൊന്നും ശരിയാവുന്നില്ല. അപ്പം മനസ്സിലായി, ഞാൻ ചെയ്യുന്നതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അവരത് തിരുത്തുകയും കുറച്ചൊക്കെ വ്യത്യാസപ്പെടുത്തുകയും ചെയ്ത്. എങ്ങനെയാണ് ചെയ്തത് നമുക്ക് നോക്കാം. കുട്ടികൾ അപ്സെറ്റ് ആകുമ്പോൾ അവർക്ക് അവരുടെ ഇമോഷൻസ് തനിയെ മാനേജ് ചെയ്യാൻ എപ്പോഴും പറ്റണമെന്നില്ല. കാരണം അവരുടെ ബ്രെയിൻ അതിന് തക്ക വിധത്തിൽ വളർന്നിട്ടില്ല എന്ന് തന്നെ. അപ്പോൾ അവരുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ ഒരു അഡൾട്ടിൻ്റെയുടെ സഹായം അവർക്ക് വേണ്ടി വരും. ആ പ്രോസസ്സിനെ പറയുന്നത് കോ റെഗുലേഷൻ എന്നാണ്. കോ റെഗുലേഷൻ, ഒരുമിച്ച് റെഗുലേറ്റ് ചെയ്യുക. അപ്പോൾ കോ റെഗുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരെ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നതാണ് പേരൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. കറക്റ്റിംഗ് ബിഫോർ കണക്റ്റിംഗ്. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ 4-step പ്രോസസ്. കാം, കണക്റ്റ്, കാം ആൻഡ് കറക്റ്റ് ഇഫ് നെസസറി. ഒരാളെ കാമാക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ഒന്ന് കാമാകുക. അപ്പോൾ പേരൻസിന് ചെയ്യാൻ പറ്റുന്നത് അവർ ജസ്റ്റൊരു സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് കുറച്ച് സെക്കൻഡ്സ് അവരെ തന്നെ ഒന്ന് കാമാക്കി കൺട്രോളിൽ കൊണ്ടുവരാൻ നോക്കാം. 2-3 ഡീപ് ബ്രെത്ത്സ് എടുത്താൽ ധാരാളം. അതിന് ഒപ്പം തന്നെ അവരുടെ വോളിയം സംസാരത്തിൻ്റെ കുറച്ച് കുറയ്ക്കാം, ടോൺ കുറച്ച് സോഫ്റ്റ് ആക്കാം, മൂവ്മെൻറ്റ്സ് കുറച്ച് സ്ലോ ആക്കാം, സംസാരിക്കുന്ന വാക്കുകൾ കുറച്ച് കുറയ്ക്കാം. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ അവർ ഒത്തിരി കാമാവും. അതിനുശേഷം കുട്ടിയെ അപ്രോച്ച് ചെയ്യാം. 2. കണക്റ്റ് വിത്ത് ദ ചൈൽഡ്. എല്ലാ ബിഹേവിയറും എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ഇമോഷൻ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോയെന്ന് ആ കുട്ടിയെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കലാണ് കണക്ഷൻ. കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് ആ ഇമോഷൻ നമുക്ക് നെയിം ചെയ്യാം. ആ കുട്ടിയുടെ അടുത്തിരിക്കാം. ആ കുട്ടിയുടെ ഐ ലെവലിൽ നിന്നുകൊണ്ട് അപ്സെറ്റാണ് അല്ലേ, അല്ലെങ്കിൽ നിനക്ക് വിഷമമായി അല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് നമ്മൾക്ക് മനസ്സിലാകുന്ന ഇമോഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കണക്റ്റ് ചെയ്യാൻ എളുപ്പമാക്കും. അപ്പോൾ 2nd one is കണക്റ്റ്. 3rd one is കാം ദ ചൈൽഡ്. കണക്റ്റ് ചെയ്താൽ മാത്രം പോരല്ലോ, ഒട്ടും കാമായിട്ടില്ല. ഓരോ കുട്ടികളും കാമാകുന്നത് ഓരോ രീതിയിലാണ്. നിങ്ങളുടെ കുട്ടി എങ്ങനെയാണ് കാമാകുന്നതെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. കോമൺ ആയിട്ട് കുട്ടികളെ കാമാക്കാൻ പറ്റുന്ന കുറച്ച് രീതികൾ: ഫിസിക്കൽ ടച്ച് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രഷർ. ചില കുട്ടികളെ ഹഗ് ചെയ്യുന്നതിലൂടെ അല്ലെ ടൈറ്റായിട്ടൊന്ന് പിടിക്കുന്നതിലൂടെ അവർക്ക് കാമാവാൻ പറ്റും. ചിലപ്പോൾ ആളുകളെ ജസ്റ്റ് ഒന്ന് തലോടുന്നതിലൂടെ അവർക്ക് കാമാകാൻ പറ്റും. ചിലപ്പം അവർക്കൊരു ടൈറ്റ് സ്ക്വീസ് കൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ കാമാവാൻ പറ്റും കുറച്ച് നേരത്തേക്ക്. നേരെ തിരിച്ചും അവർക്ക് ഒരു ടൈറ്റ് സ്ക്വീസ് കൊടുക്കാൻ ഒരു സാധനം, ഒരു ടോയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അവർ കാമാകാം. അല്ലെങ്കിൽ ഒരു പഞ്ചിങ് ബാഗോ അല്ലെങ്കിൽ ഒരു പഞ്ചിങ് പില്ലോയോ കിട്ടാൻ കുറച്ച് ഇടി കൊടുക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ഉടനെ കാമാകും. അല്ലെങ്കിൽ പേപ്പർ വലിച്ച് കീറുക, ഇതെല്ലാം പെട്ടെന്ന് അവരെ കാമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ മുഖം വെള്ളം വെച്ച് കഴുകുക, സ്പെഷ്യലി തണുത്ത വെള്ളം, ഇതൊക്കെ അവരെ പെട്ടെന്ന് കാമാക്കാൻ സാധ്യതയുണ്ട്. പറ്റുന്ന സാഹചര്യങ്ങളാണെങ്കിൽ ഒരു 2 വട്ടം ഓടാൻ പറഞ്ഞാൽ കാമാകും, അല്ലെ ജമ്പിങ് ജാക്സ് ചെയ്താൽ. പക്ഷേ ഒത്തിരി ബഹളം വയ്ക്കുന്ന കുട്ടിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും. അപ്പം നിങ്ങൾക്ക് കാമാക്കാൻ പറ്റുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ചില കുട്ടികൾക്ക് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടോയ് അവർക്ക് കെട്ടിപ്പിടിക്കാൻ കൊടുക്കുന്നത് കാമാക്കും. അപ്പം എങ്ങനെയെങ്കിലും അവരെ കാമാക്കാം. ദാറ്റ്സ് എ 3rd step. ആൻഡ് ഫൈനലി നമുക്കവരെ കറക്റ്റ് ചെയ്യാം. അപ്സെറ്റ് ആകുന്നത് എല്ലാവരും ആകും. എന്നാൽ അപ്സെറ്റ് ആകുന്നത് പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് കാര്യം.
ഞാൻ അപ്സെറ്റായി എന്ന് വെച്ച് അൺഹെൽത്തി ആയ രീതിയിൽ എനിക്ക് പ്രകടിപ്പിക്കാനുള്ള റൈറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. നമ്മളതൊക്കെ കുട്ടിക്കാലത്തെ ശീലിച്ച് വരുന്നതാണ്. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ബുദ്ധിമുട്ട് വരുമ്പം ഇങ്ങനെ പെരുമാറിയാൽ പ്രശ്നമാകുമെന്ന് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ കറക്റ്റ് ആസ് നെസസറി. ഇപ്പോൾ റിയയുടെ അമ്മ ഇപ്പോൾ എന്താ ചെയ്തതെന്നറിയോ? റിയയ്ക്കൊരു കൊച്ചു ടോയ് ഉണ്ട്. അപ്പോൾ ആ ടോയ് എടുത്ത് പതുക്കെ നടന്ന് റിയയുടെ അടുത്തെത്തി സോഫ്റ്റായിട്ട് സംസാരിച്ച് റിയോട് ചോദിച്ചു, മോക്ക് വിഷമമായല്ലേ? അപ്പോൾ റിയ പിന്നെയും ബഹളം വയ്ക്കാനും കരയാൻ തോണ പോലെ. അപ്പോൾ എന്താ ആ ടോയ് അങ്ങ് കൊടുത്തു. ആ ടോയ് ആക്ച്വലി ടോയിൽ കുറച്ച് ഇടി കൊടുത്തു. പിന്നർ ടോയിനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ റിയ കുറച്ച് കാമായി. അതിന് ശേഷം റിയയുടെ അമ്മ പറഞ്ഞു, മോക്ക് വിഷമമായി, അമ്മ ബിസി ആയതുകൊണ്ടല്ലേ കാണാത്തേ, നോക്കാട്ടോ എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ റിയ വലിച്ചെറിഞ്ഞ എല്ലാ പേപ്പറും റിയയെ കൊണ്ട് തന്നെ വാരിപ്പിച്ചു. അടുത്ത് നിന്നു, സോഫ്റ്റായിട്ട് സംസാരിച്ചു. പക്ഷെ ചെയ്തൊക്കെ റിയ. ക്രയോൺസ് എല്ലാം റിയ തിരിച്ചെടുത്തു, കളർ പെൻസിൽ തിരിച്ചെടുത്തു, ചെതറിച്ചിട്ട പേപ്പറെല്ലാം വേസ്റ്റ് കോട്ടേ കൊണ്ടിട്ടു. അപ്പോൾ കറക്ഷനും അതിനോടൊപ്പം തന്നെ ആയി. അപ്പോൾ മറക്കണ്ട, കണക്ട് ബിഫോർ യു കറക്റ്റ്. 4 സ്റ്റെപ്സ് ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. കാം യുവർ സെൽഫ്, കണക്ട് വിത്ത് ദ ചൈൽഡ്, calm the child and correct the child if necessary. ഇനി ഒരു വീഡിയോയിലൂടെ നമുക്കിനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.